നമുക്കറിയാം ഇനി ന്യൂ ഇയറിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് 12/12 പോർട്ടൽ ഓപ്പണിങ്ങും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ചാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? എന്തെങ്കിലും സർപ്രൈസസ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ടോ? എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ, ദ ചാരിയറ്റ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. ഈസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ലക്ക് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് എടുത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഫിനാൻഷ്യലി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റമാണ്. അത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ജോബ് ഓഫർ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സമയമായിരിക്കാം. ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചൊരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. ചിലർക്കത് ബോണസ് അല്ലെന്നുണ്ടെങ്കിൽ നറുക്കെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ചിലർക്ക് അതൊരു ന്യൂ ഇൻകം സോഴ്സ് കൂടിയായിരിക്കാം. അതുപോലെ തന്നെ ചിലർക്ക് ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ളൊരു ഫണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം വരുന്നുണ്ട്. ആ ഒരു ബ്ലോക്കേജ് മാറി നിങ്ങളുടെ കൈകളിലേക്ക് ആ ഒരു ധനം വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എഫോർട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ട് സ്റ്റക്നെസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും അതിനകത്തും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കടന്നു വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ഇൻകം സോഴ്സ് ഒക്കെ നമുക്ക് വളരെ കാര്യമായിട്ട് അതിനിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക.